വെൽക്കം ബാക്ക്. എന്നിട്ട് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ടേബിൾ ഡെക്കോറായിട്ടാണ് കേട്ടോ. എല്ലാം അഴുക്ക് പിടിച്ച് കിടന്ന് നല്ലവണ്ണം അഴുക്ക് പിടിച്ച് പൊടി പിടിച്ച് ഇതാക്കി കിടന്നെയാണ്. എന്നിട്ട് പഠിക്കാനൊക്കെ എനിക്ക് നമുക്കൊരു ബോറാണ് നമുക്ക് പഠിക്കാനൊക്കെ. അന്നേരം ഞാൻ വെച്ചു ഇന്ന് എല്ലാ ആഴ്ചയും ഞാൻ വൃത്തിയാക്കും, എന്നാലും ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതായിരിക്കും അവസ്ഥ. ഇപ്പോൾ രണ്ടാഴ്ചയായി വൃത്തിയാക്കിയിട്ട് നമുക്ക് അന്നേരം ഇനി ഇത് വൃത്തിയാക്കാം. അന്നേരം ഞാൻ അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇത് കണ്ടോ, അടിപൊളിയാണ്. ഇത് ഞങ്ങളുടെ യൂണിഫോം വരെ തുണിയാണ് ഫ്രണ്ട്സ്. ഞാൻ കട്ട് ചെയ്തിട്ട് മുകളിലാണ് പണ്ട് പഠിച്ച സ്കൂളിൽ കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനത് എല്ലാം കുടഞ്ഞ് ഒന്ന് പൊടിയൊക്കെ കളഞ്ഞിട്ട് ഇട്ടതാണ്. അങ്ങനെ നല്ല പൊടി ഉണ്ടായിരുന്നതാണ്. ഈ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടാണ് ചെയ്തത്. എനിക്ക് ഒരു പൊടിയുടെ ഒരു അലർജി ഉണ്ട്. അന്നേരം ഞാനത് പൊടിയൊക്കെ തട്ടിക്കളയാൻ വേണ്ടി മാസ്ക് ഒക്കെ ഇട്ടു. മാസ്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ഭയങ്കര പൊടിയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നേരത്തെ ഒരു വീഡിയോ. അന്നേരം ഇനി ഞാൻ എൻ്റെ മേക്കപ്പ് ടേബിൾ ഇതാക്കുന്നൊരു വീഡിയോ വിടുന്നുണ്ട്. അത് നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ഇഷ്ടം. ഞാൻ ദിവസം ഇടുന്ന വീഡിയോയ്ക്ക് 400 മേലെ വ്യൂവേഴ്സൊക്കെ പോകുന്നൊരു ഇത് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് 403 വ്യൂവേഴ്സിനെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. അന്നേരം നിങ്ങളുടെ ഒരു ഇതാണ്, നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇത് വന്നത്. ഈ 90 പേരും ഞങ്ങളുടെ കുടുംബക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 90 പേരും എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ. ഈ ഒരു ഡെസ്ക്, ഈ ഒരു ഇത് കണ്ട പെൻ ഹോൾഡർ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ ഇങ്ങനെ പേനയും കളർ പെന്നും ഒക്കെയാണ് വെച്ചേക്കുന്നത്. അത് ഞാൻ സൈഡിൽ, അതാണ് ഞാൻ എല്ലാ സൈഡിലാണ് അത് വെക്കാറ്. അങ്ങനെ ഞാനത് സൈഡിലോട്ട് വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു യൂണിക്കോണ്ട ഒരു ജേണി ബുക്കാണ് കേട്ടോ. ഇനി നിങ്ങൾ പറയുന്നത് ജേണിയാണ് ഞാനത് ചെയ്യുന്നത്. ഞാനത് ചെയ്തിട്ടുള്ളത് ഒരു പിങ്ക് തീം ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർലി ഇല്ല, ഞാൻ ക്ലിയറായിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു 3 ഡേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അന്നേരം ബാക്കിയുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് തീം വേണമെന്ന്. ആ ഒരു തീം ചെയ്യുന്നതായിരിക്കും. ഞാനതിനകത്തോട്ട് വെച്ച് ഒരു ചെറിയ പോയിച്ചുണ്ട് കേട്ടോ. ഞാനവിടെ വെച്ചിട്ടുണ്ട്, അതും അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉപയോഗിക്കാത്ത ഇറേസറും കട്ടറും ഒക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊരു കല്യാണക്കത്താണ് കേട്ടോ. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വെച്ചേക്കാണ്. അത് ഞാൻ ആ ബുക്കിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല പടമൊക്കെ ഉണ്ട്, പൂവിൻ്റെ അന്നേരം ഒക്കെ വെട്ടിയെടുക്കുന്നത് നല്ലതല്ലേ. പടമൊക്കെ വരയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ ഇതൊരു സ്കെയിലാണ്, ഷേപ്പ് എടുക്കുന്ന ഒരു സ്കെയിലാണ്. ആ ഒരു സ്കെയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫെവിക്കോക്കും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതേ കൂട്ടൊക്കെ ചെയ്യുമോ ഫ്രണ്ട്സ്? ഈ ഓരോ ആഴ്ച കൂടുമ്പം എനിക്കിങ്ങനെ തോന്നുമ്പം ഞാൻ ചെയ്യും. ഈ ലീവൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. എനിക്കിതൊക്കെ അലങ്കാരമായിട്ട് കിടക്കുന്ന കാണുന്നതേ ഇഷ്ടമല്ല. പിന്നെ അപ്പോഴത്തേക്ക് കറണ്ട് പോയി കേട്ടോ. ഇതെല്ലാം ഒതുക്കി എടുത്തപ്പോഴത്തേക്ക് കറണ്ട് പോയി. നാശം കറണ്ട് അങ്ങ് പോയി തന്നു. അതൊക്കെ ഒതുക്കി. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫയലാണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ ബാഡ്മിൻ്റൺ നെറ്റിൻ്റെ വോളിബോൾ നെറ്റിൻ്റെ ഇത് പോയിന് 2nd പ്രൈസിൻ്റെ ആണ് കേട്ടോ. ഇത് 2nd ഉണ്ടായിരുന്നു. ഹെഡ് വെച്ച് SP മുഖ്യ സായിക്കുന്നു. ഞങ്ങളുടെ അഭിമാനമായ എൻ്റെ സ്കൂളിൽ ഞാൻ പോയതാണ്. പിന്നെ ഒരു യൂറിക്കയുടെ ആണ്. ഇത് യൂറിക്കയുടെ പോയത്, ഇതിനും നമുക്ക് സ്ഥാനമൊന്നും കിട്ടിയില്ല. നമ്മുടെ സ്കൂളിൽ പോയി ആർക്കും കിട്ടിയില്ല സ്ഥാനമൊന്നും. എന്നാലും ഞങ്ങളെല്ലാം പങ്കെടുത്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നു. പിന്നെ ഇത് ഞാൻ LP എന്ന് പോയ ഒരു ക്വിസാണ്. 3 വെച്ച് ആദ്യമായിട്ട് ആ സ്കൂളിൽ ചെന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പങ്കെടുത്ത ക്വിസിന് ആ സ്കൂളിൽ വേറെ എവിടെ പോയി എനിക്ക് 2ാം സ്ഥാനം കിട്ടിയത് അതാണ്. പിന്നെ
നമ്മൾ 3ാം ക്ലാസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പോയ കലോത്സവത്തിന് അറബി ആംഗ്യം പാട്ടിന് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ജില്ലയിൽ പോകണമായിരുന്നു, ജില്ലയിൽ ഞാൻ പോയില്ല. ഇത് ഈ വട്ടം പോയ 7ാം ക്ലാസ് വെച്ച് പോയൊരു കലോത്സവത്തിലാണ്. അത് അറബി സംഘഗാനത്തിനാണ് പോയത്. അതിന് A ഗ്രേഡായിരുന്നു, 3rd എങ്ങാണ്ടായിരുന്നു കേട്ടോ ഈ ഇതിന്. പിന്നെ ഇത് ഞങ്ങളുടെ വിജ്ഞാനോത്സവത്തിന് പോയി. അതിന് ഒരു സ്കോളർഷിപ്പ് പരീക്ഷയായിരുന്നു, അതും കിട്ടി. പിന്നെ അത് 3ാം ക്ലാസ് വെച്ച് പോയ കലോത്സവം, അതിന് ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അറബി സംഘഗാനം, LP വെച്ച് പോയ അറബി സംഘഗാനത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും സർട്ടിഫിക്കറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും നാളായിട്ട്. എനിക്കിനി ഒരു സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട്, അതെനിക്ക് കിട്ടിയില്ല. അത് പള്ളിയിൽ നിന്ന് തരേണ്ടതാണ് കേട്ടോ. ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. ഇനി എൻ്റെ കുറച്ച് ഫയലൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. യൂണിക്കോൺ ഡയറിയുടെ ജേർണി ചെയ്തൊരു വീഡിയോ ഞാൻ ഇടാം. നിങ്ങൾ അത് ചെയ്തത് പടം വരച്ചത് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് എടുത്ത് വരച്ച കേട്ടോ. ഈ ഒരു സംഭവം കൊണ്ടോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ 8Cയിലെ ടൈം ടേബിളാണ്. ഇനി അത് മാറ്റി എഴുതണം, 8Aയിലെ ടൈം ടേബിളാക്കി എഴുതണം. അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.